ഹായ് എല്ലാവർക്കും നമസ്കാരം. edu.trade എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. സർക്കിൾസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് കുറെ വരയ്ക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് സർക്കിൾസ് എന്നുള്ള പാഠമാണ്. ഓക്കെ, അപ്പോ സർക്കിൾസ് എന്നുള്ള പാഠം നമ്മളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ സിലബസിലുള്ളതാണ്. PSC ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗവുമാണ് ഈ സർക്കിൾസ് എന്നുള്ളത്. ഓക്കെ, അപ്പോ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ എന്താണ് സർക്കിൾ? സർക്കിളിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ പറയുന്നത്? സർക്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് ബൈ എ കർവ് formed by the locus of a point which moves always at a fixed distance from a stationary point. ആ സ്റ്റേഷനറി പോയിന്റിനെയാണ് നമ്മൾ സെന്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്നും നിങ്ങൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. സർക്കിൾ ഇസ് എ പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് ബൈ എ കർവ്. ഡെഫിനിഷൻ ഒന്നും അങ്ങനെ പരീക്ഷയ്ക്കൊന്നും ചോദിക്കാറില്ല. ഓക്കെ, ഇനി സർക്കിൾസിന്റെ കുറെ പാർട്ടുകൾ പറയാനുണ്ട്. ആ പാർട്ടുകളാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സർക്കിൾസിൽ ഒന്നാമത്തത് എഴുതുന്നു റേഡിയസ്. റേഡിയസ് എന്താണ് റേഡിയസ്? അപ്പൊ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അതിന്റെ സെൻട്രൽ ലൈനായിട്ട് നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരച്ചു. അപ്പൊ ഈ പോയിന്റ് ആണ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി റേഡിയസിന്റെ ഡെഫിനിഷൻ ഒക്കെ ഞാൻ കൃത്യമായിട്ട് സ്ക്രീനിൽ തരാം. നിങ്ങൾ ആ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കണം. PSC ചോദ്യങ്ങൾക്കായിട്ട് വരുന്നതാണ്. PSCക്കും അതുപോലെ ITയിലെ ഡിപ്ലോമയ്ക്കൊക്കെ തിയറി, ഡ്രോയിങ്ങിലെ തിയറി പോകാൻ ഭാഗത്തുനിന്ന് ചോദിക്കുമ്പോൾ ചോദ്യങ്ങളായി വരുന്നവയാണ്. ഓക്കെ, അപ്പോ എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അതിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ R എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ റേഡിയസിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് ഡയമീറ്റർ. രണ്ടാമത്തത് ഡയമീറ്റർ. എന്താണ് ഡയമീറ്റർ? ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. Diameter is a straight line joining the two points of a curve and passing through the center. Okay, അപ്പൊ ഇതൊരു കർവ് ആണെന്ന് പറയാൻ വേണേ. അപ്പോ ഡയമീറ്ററിന്റെ ഡെഫിനിഷൻ പറയുന്നത് നമുക്ക് സ്ക്രീനിൽ ഞാൻ കാണിക്കാം. ഫുൾ ഡെഫിനിഷൻ കാണിക്കാം, നിങ്ങൾ നോട്ട് ചെയ്യാം. അപ്പോ ഡയമീറ്ററിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ joining the two ends of a curve and passing through the center എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോ ഒരു സർക്കിളിന്റെ രണ്ട് കർവ് പോയിന്റുകളാണെന്ന് വിചാരിക്കുക. ആ രണ്ട് പോയിന്റുകളിലൂടെ ജോയിൻ ചെയ്യുന്ന ലൈൻ ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്ററിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ D അല്ലെങ്കിൽ സ്മോൾ d. എല്ലാവർക്കും അറിയാം എന്താണ് റേഡിയസ്, ആരം, വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ. ഇതൊക്കെ നമുക്ക് എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പറയാനുണ്ട് റേഡിയസിന്റെ രണ്ടിരട്ടിയാണ് ഇത് ഡയമീറ്റർ എന്ന് പറയുന്നത്. ട്വൈസ് ദ റേഡിയസ്. റേഡിയസിന്റെ രണ്ടിരട്ടിയാണ് ഡയമീറ്റർ. ഓക്കെ, ഇനി പറയാനുള്ളത് സർക്കംഫറൻസ്. എന്താണ് സർക്കംഫറൻസ്? എന്താണ് സർക്കംഫറൻസ്? അതായത് ലീനിയർ ലെങ്ത് ഓഫ് എൻറ്റയർ കർവ്. അതായത് ഒരു കർവ്, നമ്മൾ സർക്കിൾ പറയുന്നല്ലോ, ഈ സർക്കിളിന്റെ ഒന്ന് നൂത്ത് വെച്ചാൽ, ഈ കർവ് ഒന്ന് നൂത്ത് വെച്ചാൽ എത്ര ആണോ അതിന്റെ ലെങ്ത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഈ എൻറ്റയർ കർവിന്റെ ലീനിയർ ലെങ്തിനെയാണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. നമ്മള് 2πr അല്ലെങ്കിൽ πd എന്നൊക്കെ പറയും ഫോർമുലയായിട്ട്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. ഓക്കെ, ഇനി പറയാനുള്ളത് ആർക്കാണ്. ആർക്ക് എന്താണ്? ആർക്ക് ആർക്ക് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എ സർക്കിൾ
പാർട്ട് ഓഫ് എ സർക്കിൾ, സർക്കിളിന്റെ ഒരു പാർട്ടാണ് പാർട്ട് ഓഫ് എ സർക്കിൾ. ഫ്രം ദ between two points on the circumference or periphery of the circle. സർക്കിളിന്റെ സർക്കംഫറൻസിലോ പെരിഫറിയിലെയോ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ പോയിന്റുകൾക്കിടയിലുള്ള ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കംഫറൻസിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പാർട്ടിനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മള് ചാപം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇനി പറയാനുള്ള അടുത്തത് കോഡ്, CHORD, കോഡ്. എന്താണ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സർക്കിള് അതിന്റെ ആർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകളിടയിലുള്ള ഈ ഒരു പാർട്ടിനാണ് ആർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ആർക്കിന്റെ ലൈൻ ജോയിനിങ് ടു എൻഡ്സ് ഓഫ് ആൻ ആർക്ക്, അതായത് ഒരു ആർക്കിന്റെ ഇതൊരു ആർക്കാണെങ്കിൽ അതിന്റെ രണ്ട് എൻഡുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. CHORD, മനസ്സിലായോ? കോഡ് ആർക്കിന്റെ രണ്ട് പോയിന്റുകൾ, ആർക്കിന്റെ ഇതൊരു ആർക്കാണെങ്കിൽ ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റുകളൂടെ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഒരാർക്ക്, ഒരു സർക്കിളിന്റെ ഒരു ഭാഗം, ഒരാർക്കും അതിന്റെ ഒരു ലൈൻ. അപ്പൊ ഇത് ആർക്കാണ്, ഇതെന്താണ്, ഇത് കോഡാണ്. ഒരു സർക്കിളിന്റെ പാർട്ട് എടുത്താല് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇതൊരു ആർക്കാണ്, ഇത് കോഡുമാണ്. ഓക്കെ, അപ്പൊ ഒരു ആർക്കും കോഡും കൂടി ജോയിൻ ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ, ആർക്കും കോഡൂടെ ചേർന്ന ഭാഗം. പാർട്ട് ഓഫ് എ സർക്കിൾ ഓർ ഏരിയ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ആൻഡ് കോഡ് ഈസ് കാൾഡ് സെഗ്മെന്റ്. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു ആർക്കും കോഡൂടെ ചേർന്ന ഭാഗത്തെയാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സെക്ടർ? സെഗ്മെന്റ് പറഞ്ഞു, ഇനി എന്താണ് സെക്ടർ? അപ്പൊ ഇതൊരു സർക്കിള്, ഇതൊരു സർക്കിളാണ്. അപ്പൊ ഡെഫിനിഷൻ പറയുന്നത് പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ ടു റേഡി, RADII, റേഡി എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ പ്ലൂറൽ ഫോം ആണ് റേഡി. അപ്പൊ ഒന്നിൽ കൂടുതൽ റേഡിയസ് എന്നർത്ഥം. അപ്പൊ രണ്ട് റേഡിയസ് എന്ന് കൂട്ടുക. പാർട്ട് ഓഫ് എ ടു റേഡി ബൗണ്ടഡ് ബൈ പാർട്ട് ഓഫ് എ ടു റേഡി മീറ്റിംഗ് അറ്റ് ആൻ ആംഗിൾ ആൻഡ് ആൻ ആർക്ക്. അപ്പോ ഇതൊരു റേഡിയസ് ആണ്, ഇതും ഒരു റേഡിയസ് ആണ്. ഇവ തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു കർവും ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്താൽ രണ്ട് റേഡിയസ് ഒരു ആംഗിളില് ഒരു ആർക്കുമായി കൂടി ചേർന്ന് വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ടർ എന്ന് പറയുന്നത് മനസ്സിലാക്കണേ. ഓക്കെ, ഇനി അടുത്തത് ക്വാഡ്രന്റ്. എന്താണ് ക്വാഡ്രന്റ്? ഇതേ ഡെഫിനിഷൻ തന്നെയാണ്. ഡെഫിനിഷൻ വരുമ്പോൾ തുടക്കം ഇങ്ങനെ തന്നെയാണ്. പാർട്ട് ഓഫ് എ സർക്കിൾ വിത്ത് ടു റേഡി മീറ്റിംഗ് 90 ഡിഗ്രി ടു ഈച്ച് അതർ അറ്റ് ആൻഡ് ആൻ ആർക്ക്. ഇതാണ് പറയുന്നത്. അപ്പോ ഒരു സർക്കിളിന്റെ രണ്ട് രണ്ട് റേഡിയസുകൾ 90 ഡിഗ്രി ആംഗിളിൽ മീറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ആർക്കും ഉണ്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോ 90 ഡിഗ്രിയിൽ രണ്ട് റേഡിയസുകൾ 90 ഡിഗ്രി മീറ്റ് ചെയ്ത് ഒരു ആർക്കുമായി മീറ്റ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സർക്കിളില് 4 ക്വാഡ്രന്റുകളുണ്ട്. അപ്പൊ 1/4 ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് ക്വാഡ്രന്റ്. 1/4 ഒരു സർക്കിളിന്റെ 4/1 ഭാഗത്തെയാണ് ഒരു ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സർക്കിളിന്റെ ഹാഫ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ. ഹാഫ് ഓഫ് എ സർക്കിൾ ഈസ് കാൾഡ് സെമി സർക്കിൾ. ഓക്കെ, അപ്പൊ ഒരു സർക്കിളിന്റെ മൊത്തത്തിൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ് സർക്കിള്. സെമി സർക്കിൾ ആണെങ്കിൽ 180 ഡിഗ്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ടാൻജന്റ്. എന്താണ് ടാൻജന്റ്? ടാൻജന്റ് എന്നാൽ ടാൻജന്റ് ഈസ് എ
point just touching, sorry, tangent is a line just touching a point on the circle. Tangent is a straight line just touching a point on the circle. അപ്പോൾ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരു പോയിന്റില് ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ലൈനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ആ ടാൻജന്റ് ഒരിക്കലും സർക്കിളിനെ എന്ത് ചെയ്തില്ല, കട്ട് ചെയ്തില്ല, കാരണം അകത്തോട്ട് കൂടി പോകത്തില്ല, അകത്ത് കട്ട് ചെയ്തൊന്നുമില്ല. അപ്പൊ ഒരു സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മള് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർക്കിളിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ടച്ച് ചെയ്തുകൊണ്ട് പാസ് ചെയ്ത് പോകുന്ന ലൈനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ്. കോൺസെൻട്രിക് കോൺസെൻട്രിക് സർക്കിൾസ് എന്താണ്? ഇതാ നോക്കുക, ഒരുപാട് സർക്കിളുകളുണ്ട്, ഇതെല്ലാം സർക്കിളുകളാണ്. ഓക്കെ, ഈ സർക്കിൾസിനെല്ലാം കോമൺ ആയി ഒരു സെന്റർ ആണുള്ളതെങ്കിൽ, സർക്കിൾസിനെല്ലാം കോമൺ ആയി ഒരു സെന്റർ ആണുള്ളതെങ്കിൽ ആ സർക്കിൾസിനെയാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ സർക്കിൾസ് വിത്തിൻ എ സർക്കിൾ ഹാവിങ് എ കോമൺ സെന്റർ, ഒരു സർക്കിളിനകത്ത് ഒരുപാട് സർക്കിളുകളുണ്ട്, പക്ഷെ ആ സർക്കിൾസിനെല്ലാം കോമൺ ആയി ഒരു സെന്റർ ആണുള്ളതെങ്കിൽ അതിനെ നമ്മള് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയും. ഓക്കെ, പടം കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി എന്താണ് എക്സെൻട്രിക് സർക്കിൾസ്? എക്സെൻട്രിക് സർക്കിൾസ് എന്താണ്? എക്സെൻട്രിക് സർക്കിൾസ് എന്താണ്? എക്സെൻട്രിക് സർക്കിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾസ് വിത്തിൻ എ സർക്കിൾസ് ബട്ട് ഹാവ് ഡിഫറെന്റ് സെന്റേഴ്സ്. അതായത് പണം കാണിക്കാൻ മനസ്സിലാവും, ഇങ്ങനെ പോവാം. അപ്പൊ സർക്കിളിനകത്ത് വീണ്ടും വീണ്ടും സർക്കിളുകളാണ്, പക്ഷെ ഒന്നിന് എന്തല്ല, കോമൺ ആയ ഒരു സെന്റർ അല്ല ഉള്ളത്, എല്ലാത്തിനും ഡിഫറെന്റ് സെന്റർ ആ ഉള്ളത്. മനസ്സിലായോ? അതാണ് എക്സെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സർക്കിൾസിന്റെ പാർട്സുകൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സർക്കിൾസ് എന്താണ് നമ്മൾ പറഞ്ഞു. സർക്കിൾസിന്റെ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഹാഫ് ഓഫ് എ സർക്കിൾ ഇസ് കാൾഡ് സെമി സർക്കിൾ. ഇനി എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞു? സർക്കിളിന്റെ ഒരു സെന്റർ, സർക്കിളിന്റെ നമ്മൾ സെന്റർ ലൈൻ ഒക്കെ വരയ്ക്കുന്നു. സർക്കിളിന്റെ ഒരു സെന്റർ തൊട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് R എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇനി ഡയമീറ്റർ എന്താണ്? ഏതെങ്കിലും രണ്ട് കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ അത് ആ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മള് ഡയമീറ്റർ എന്ന് പറയും. ഡയമീറ്റർ. ഓക്കെ, ഇനി എന്താണ് ആർക്ക്? ആർക്ക് എന്ന് പറഞ്ഞാല് ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പാർട്ടിനെ, ഒരു സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പാർട്ടിനെയാണ് നമ്മള് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്ക്. ഇനി ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മള് കോഡ് എന്ന് പറയുന്നത്. CHORD, കോഡ്. ഓക്കെ, അപ്പൊ ലോങ്സ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആൻസർ ഡയമീറ്റർ ആണ്. ലാർജസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ BSc ചോദിച്ചിട്ടുണ്ട്. ലാർജസ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഇസ് കാൾഡ് ഡയമീറ്റർ. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ, സർക്കിളിന്റെ പാർട്സുകളുടെ എല്ലാം ഡെഫിനിഷൻ ഓർത്ത് വെച്ചിരിക്കണം, അത് PScക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞു. ഇനി ഈ ഒരു പാർട്ടിനെ പറയുന്ന പേര് സെഗ്മെന്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു റേഡിയസ്, ഇവിടെ ഒരു ആംഗിളില് ഒരു കർവുമായി മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് സെക്ടർ. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കാം, രണ്ട് റേഡിയസുകള് ഒരു 90 ഡിഗ്രി ആംഗിളില് മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ക്വാഡ്രന്റ്. ഓക്കെ, ക്വാഡ്രന്റ്. ഇനി ഇതൊരു സെമി സർക്കിൾ ആണ്. ഒരു സർക്കിളിന്റെ ആയാലും സെമി സർക്കിളിന്റെ ആയാലും സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈനെ പറയുന്ന പേരാണ് ടാൻജന്റ്. ഓക്കെ, ആ ടാൻജന്റ് ഇതിന്റെ സെന്ററിലേക്ക്, ഒരു ടാൻജന്റ് പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്കോ അല്ലെ സെമി സർക്കിളിന്റെ സെന്ററിലേക്കോ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മള് നോർമൽ എന്ന് പറയുന്നത്. നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന ലൈൻ അതാണ് നോർമൽ.
ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ കോൺസെൻട്രിക് സർക്കിൾസ് എന്താണ്, എക്സെൻട്രിക് സർക്കിൾസ് എന്താണ്, ഇത്രയാണ് സർക്കിളിൽ നിന്ന് വരുന്ന തിയറിറ്റിക്കൽ ചോദ്യങ്ങൾ. ഓക്കെ, ഇനി സർക്കിളിൽ നിന്ന് പ്രാക്ടീസ് രൂപേണയുള്ള ചോദ്യങ്ങൾ ITക്കാർക്ക് വരാറില്ല. ITക്കാർക്ക് സർക്കിൾസിന്റെ തിയറി മാത്രമേ ചോദിക്കാറുള്ളൂ. അങ്ങനെ സർക്കിൾസിൽ നിന്ന് വരയ്ക്കാനായിട്ടൊന്നും ചോദിക്കാറില്ല. പക്ഷെ എന്നാൽ ഡിപ്ലോമ ബിടെക്കാർക്ക് സർക്കിളിൽ നിന്ന് വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട്. വരയ്ക്കാൻ ചോദിക്കുന്ന കൂടുതലെന്ന് പറഞ്ഞാൽ ടാൻജന്റുകൾ വരയ്ക്കാനാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത 2 ചോദ്യങ്ങൾ അത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് പറയുന്നത് ആദ്യത്തെ പറയുന്നത് ഒരു സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 20 മില്ലിമീറ്റർ. 20 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, ആ സർക്കിളിന്റെ സെന്ററിൽ നിന്നും 45 മില്ലിമീറ്റർ മാറിയുള്ള ഒരു പോയിന്റ്, സർക്കിളിന്റെ വെളിയിലേക്ക് 45 മില്ലിമീറ്റർ മാറിയുള്ള ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് ടാൻജന്റുകൾ വരയ്ക്കുക. ഇതാണ് ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC ചോദിച്ചുള്ള മറ്റൊരു ചോദ്യങ്ങളുണ്ട്. അതായത് സർക്കിളിന്റെ വെളിയിലുള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു സർക്കിളിലേക്ക് എത്ര ടാൻജന്റുകൾ വരയ്ക്കാം. PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എത്ര ടാൻജന്റ് വരയ്ക്കാം? മാക്സിമം 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. സർക്കിളിന് വെളിയിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന ടാൻജന്റുകളുടെ എണ്ണം 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരയ്ക്കാം ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം, നമ്മൾ സെന്റർ ലൈൻ മാർക്ക് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ട് ലൈൻ വരച്ച് സെന്റർ ലൈൻ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമ്മള് ഡയമീറ്റർ 20 mm ആണ്, സോറി റേഡിയസ് 20 mm. അപ്പൊ കോമ്പസിലെ റേഡിയസ് എടുത്തുകൊണ്ട് നമ്മള് സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, സർക്കിളിന്റെ സെന്ററിൽ നിന്നും എങ്ങോട്ട് വേണേലും 45 മില്ലിമീറ്റർ മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഹൈറ്റ് ആയിട്ട് വരയ്ക്കുക. 45 മില്ലിമീറ്റർ മാറിയിട്ട് ഒരു പോയിന്റ് നമ്മൾ അളവുപെടുത്തി. എന്തോ ഇഷ്ടമുള്ള പോയിന്റ് കൊടുത്ത് നമ്മളിവിടെ O എന്ന് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ P എന്ന് കൊടുക്കുന്നിരിക്കട്ടെ. ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യൻ ആയി, റേഡിയസ് 20 mm ഉള്ള ഒരു സർക്കിൾ വരച്ചു. അവിടെ സെന്ററിൽ നിന്ന് 45 mm മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്ക് എന്ത് ചെയ്യണം? നമുക്ക് ടാൻജന്റുകൾ വരയ്ക്കണം. അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടി ഈ OP എന്നുള്ള ലൈനിന് ബൈസെക്ട് ചെയ്യുക. ബൈസെക്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. അത് കോമ്പസ് കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, സോറി സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് ആവാൻ കിട്ടി. അപ്പൊ നമ്മള് O1 എന്നെടുത്തു. O1 എന്നോ, ഓക്കെ O1 എന്നെടുത്തു മിഡ് പോയിന്റ്. ഇനി എന്ത് ചെയ്യണം? ഈ O1 കോമ്പസ് കുത്തുക. O1 കോമ്പസ് കുത്തുക. O വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തുകൊണ്ട് ഒരു കർവ് വരയ്ക്കുക. വെളിയിലോട്ട് വരച്ചുള്ളൂ. ഓക്കെ, അപ്പോ O1 നിന്ന് O വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഒരു കർവ് വരയ്ക്കുക. അപ്പൊ ആ കർവ് ഈ സർക്കിളിന്റെ 2 പോയിന്റുകളിൽ ടച്ച് ചെയ്തു. അപ്പൊ നമുക്കവിടെ 2 പോയിന്റുകൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആ പോയിന്റുകള് ഈ P എന്നുള്ള പോയിന്റുമായി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. മനസ്സിലായോ? ഈ പോയിന്റുകള് ഈ P എന്ന് പറയുന്ന പോയിന്റുമായി എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി? ഇവിടെ 2 ടാൻജന്റുകൾ കിട്ടി. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ വെളിയിൽ നിന്നുള്ളൊരു പോയിന്റിൽ നിന്നും ഒരു സർക്കിളിലേക്ക് എങ്ങനെ 2 ടാൻജന്റുകൾ വരയ്ക്കാമെന്ന് നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം പറയുന്നത് 20 mm ഡയമീറ്റർ, സോറി റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, 2 സർക്കിളുകൾ, 20 mm റേഡിയസ് ഉള്ള 2 സർക്കിളുകൾ. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 90 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 90 മില്ലിമീറ്റർ ആണ്. ഈ 2 സർക്കിൾസുകൾ കൂടി ഇന്റേണൽ ടാൻജന്റുകൾ വരയ്ക്കണം. അതായത് ഇങ്ങനെ പോകുന്ന ഇന്റേണൽ ടാൻജന്റുകൾ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? ഓക്കെ, നോക്കിക്കൊള്ളുക. ആദ്യം എന്ത് ചെയ്യാം? നമ്മള് സെന്റർ ലൈൻ വരയ്ക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം തെളിച്ച് വരയ്ക്കുക. ആവശ്യമില്ലാത്ത ലൈനുകളെല്ലാം ലൈറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ നമുക്കൊരു സെന്റർ കിട്ടി. ഈ സെന്ററിൽ നിന്ന് ആദ്യം പറഞ്ഞ കണ്ടീഷൻ 90 മില്ലിമീറ്റർ മാറി അടുത്ത സെന്റർ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് 20 mm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുന്നു. 20 mm റേഡിയസ് ഉള്ള അടുത്ത സർക്കിളും വരച്ചു. ഓക്കെ, വരയ്ക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വരാം. ഓക്കെ, അപ്പൊ 20 mm റേഡിയസ് ഉള്ള 2 സർക്കിളുകൾ വരച്ചു.
അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 90 മില്ലിമീറ്റർ ആണ് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 20 ആണ്. ഇനി എങ്ങനെ ഇന്റേണൽ ടാൻജന്റുകൾ വരയ്ക്കാം? ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ O എന്ന് പേര് കൊടുത്തു, ഇവിടെ O1 എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 90 ആണ്. ആദ്യം ചെയ്യേണ്ട കാര്യം ഈ O തൊട്ട് O1 വരെയുള്ള ലൈനിന് ഒരു ബൈസെക്ടർ വരയ്ക്കുക, അല്ലെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. O എന്ന് കിട്ടി, ബൈസെക്ടർ വരച്ച് കണ്ടുപിടിക്കാം. സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്കെയിൽ കൊണ്ട് മിഡ് പോയിന്റ് മാർക്ക് ചെയ്യും. ഇപ്പൊ 90 ആയതുകൊണ്ട് 45 മാർക്ക് ചെയ്താൽ മിഡ് പോയിന്റ് ആയി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അപ്പൊ ഇവിടെ O1 ഉം ഇവിടെ O2, ഇവിടെ O എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടി. ഇനി O1 O എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിന് വീണ്ടും ബൈസെക്ട് ചെയ്യണം. ഇതിനെ വീണ്ടും നമുക്ക് ബൈസെക്ട് ചെയ്യാൻ അറിയാം, ആർക്ക് വരച്ച് ബൈസെക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയതാ. ഇനി ഇഷ്ടമുള്ള പേര് നിങ്ങൾ കൊടുത്തു, A എന്ന് കൊടുത്തോളൂ, A എന്ന് കൊടുത്തു. ഇനി O മുതൽ O2 വരെയുള്ള ലൈനും ബൈസെക്ടർ വരയ്ക്കണം. അതിന് നിങ്ങൾ B എന്ന് കൊടുത്തോളൂ. അങ്ങനെ പോയിന്റുകൾ കിട്ടി. ഇപ്പൊ സെന്റർ പോയിന്റുകൾ കുറെ ആയി. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എയിൽ കോമ്പസ് കുത്തുക, O1 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കാം. തിരിച്ച് ബിയിൽ കോമ്പസ് കുത്തുക, O2 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് അടുത്ത ആർക്കും വരയ്ക്കാം. അപ്പൊ ദാ ഇവിടെ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി, ഇവിടെയും 2 പോയിന്റുകൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ പോയിന്റുകൾ പരസ്പരം ജോയിൻ ചെയ്യുക. ദാ ഇവിടെ ഇത് കൃത്യമായി ഇതിലൂടെ തന്നെ പാസ് ചെയ്തു പോകും, ഓയിലൂടെ തന്നെ പാസ് ചെയ്തു പോകും. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക. കണ്ടോ? അപ്പൊ 2 ഇന്റേണൽ ടാൻജന്റുകൾ നമ്മൾ എന്ത് ചെയ്തു? വരയ്ക്കാൻ സാധിച്ചു. മനസ്സിലായോ വരച്ചത്? ഒന്നുകൂടെ കണ്ടു നോക്കുക നിങ്ങള്. ഓക്കെ, ഇങ്ങനെയാണ് ഇന്റേണൽ ടാൻജന്റുകൾ വരയ്ക്കുന്നത്. അപ്പൊ ഒരു സർക്കിളിന്റെ വെളിയിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് എങ്ങനെ ടാൻജന്റ് വരയ്ക്കാം നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു സർക്കിൾ, 2 സർക്കിളുകൾക്കിടയിലെ ഇന്റേണൽ ടാൻജന്റുകൾ എങ്ങനെ വരയ്ക്കാമെന്നും പഠിച്ചു. ഓക്കെ, മനസ്സിലായില്ല? സ്പീഡിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കണേ, കേട്ട് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതേ ഉള്ളൂ. നമുക്ക് അധികം ഒന്നും ചോദ്യങ്ങള് സർക്കിൾസിനകത്തുനിന്നൊന്നും അധികം വരാറില്ല. ടാൻജന്റ് വരയ്ക്കാനാണ് ഉണ്ടെങ്കിൽ തന്നെ കൂടുതലായിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത 2 ചോദ്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നന്നായിട്ട് പഠിക്കുക. തിയറി പോർഷൻ ഇമ്പോർട്ടന്റ് ആണ്. PSCക്ക് തിയറി പോർഷൻ ഒരുപാട് ട്രാൻസ്ഫോം പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് സർക്കിൾസിന്റെ തിയറിയിൽ നിന്ന്. ഓക്കെ, വരയ്ക്കാൻ ITക്കാർക്ക് ചോദിക്കാറില്ല, ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ഒക്കെ ഈ സർക്കിൾസ് എന്നുള്ള പാഠത്തിൽ ടാൻജന്റ് ഒക്കെ വരയ്ക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.